ഒരു ഹസ്കി വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റു ഡോഗ്സ് അത് പേടിയോടെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഒരു ഡോഗ് മാത്രം ധൈര്യത്തോടെ വെള്ളം കുടിക്കാനായി പോകുന്നു. പക്ഷേ ഹസ്കി അതിനെ നോക്കി മുരണ്ടതും അത് പേടിച്ച് പുറകിലേക്ക് പോകുന്നു. അതേസമയം അവിടെയുള്ള മറ്റു ഡോഗ്സിനും ഹസ്കിയെ എതിർക്കാനുള്ള ധൈര്യമില്ല. പക്ഷെ ബക്ക് വന്നതും എല്ലാം ചേഞ്ച് ആവുന്നു. അത് അതിനടുത്ത് തന്നെ ഐസിൽ ചവിട്ടി ഒരു ഹോൾ ഉണ്ടാക്കുന്നു. ഉടനെ അവിടെയുണ്ടായിരുന്ന എല്ലാ ഡോഗ്സും വേഗം തന്നെ വെള്ളം കുടിക്കാനായി പോകുന്നു. പക്ഷെ ബക്ക് ഹസ്കിയെ പോലെ അവയെ ഓടിച്ചുവിടാതെ അവയോടൊപ്പം ചേർന്ന് അതും വെള്ളം കുടിക്കുന്നു. അതേസമയം ഹസ്കിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ബക്കിന്റെ ഈ പ്രവൃത്തി ഹസ്കിയുടെ ലീഡർഷിപ്പിന് വെല്ലുവിളിയാവുന്നു. ആക്ച്വലി ഈ ഹസ്കിയാണ് ആ പാക്കിന്റെ ലീഡർ. അത് വളരെയധികം സ്പീഡിൽ ഓടുന്നത് കൊണ്ട് അതിന്റെ ഓണറിനും അതിനെയാണ് ഇഷ്ടം. പക്ഷെ ഒരു ഇൻസിഡന്റ് ഇതെല്ലാം മാറ്റിമറിക്കുന്നു. ഒരു ദിവസം ഓണറിന്റെ വൈഫ് വഴി ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഐസ് ബ്രേക്കായി നദിയിലേക്ക് വീഴുന്നു. അത് കണ്ട് ഷോക്കായ ഹസ്ബൻഡ് വേഗം തന്നെ അവളെ രക്ഷിക്കാനായി വരുന്നു. പക്ഷെ അപ്പോഴേക്കും അവൾ ഒഴുക്കിൽപ്പെടുന്നു. അതേസമയം ബക്ക് അല്പം പോലും ചിന്തിക്കാതെ ഐസ് തകർത്ത് വെള്ളത്തിലേക്ക് ചാടുന്നു. അതിനുശേഷം അവളെ രക്ഷിച്ച് ഐസ് തകർത്ത് മുകളിലേക്ക് വരാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒത്തിരി സമയം ട്രൈ ചെയ്തിട്ടും അതിന് ഐസ് തകർക്കാൻ കഴിയുന്നില്ല. ഭാഗ്യത്തിന് ലാസ്റ്റ് മിനിറ്റിൽ വീക്കായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒരു വിധത്തിൽ ഓണറിന്റെ വൈഫിനെ രക്ഷിക്കുന്നു. പക്ഷെ വൈഫിനെ കണ്ട സന്തോഷത്തിൽ ഓണർ ബക്കിനെ ശ്രദ്ധിക്കുന്നില്ല. ബക്ക് ഒഴുക്കിൽപ്പെട്ടതും പാനിക്കായ ഓണർ ഐസ് തകർക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അയാൾക്ക് അത് തകർക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ആരോ ആ ഐസ് തകർക്കുന്നതിനായി ഒരു തടി കൊണ്ടുവന്ന് അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. നോക്കുമ്പോൾ അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ബക്ക് ഓൾറെഡി വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. അന്ന് രാത്രി ഓണറിന്റെ വൈഫ് തന്നെ രക്ഷിച്ചതിനായി ബക്കിന് വലിയൊരു ലെഗ് പീസ് കൊടുക്കുന്നു. അതേസമയം ദൂരെ നിന്ന് ഇത് കാണുകയായിരുന്ന ഹസ്കിക്ക് ബക്കിനോടുള്ള ദേഷ്യം കൂടുന്നു. അതുകൊണ്ട് ബക്കിനെ എങ്ങനെയും ഇവിടെ നിന്ന് ഓടിക്കണമെന്ന് അത് പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം ഒരു ദിവസം മഞ്ഞിൽ നിന്നൊരു മുയലിനെ ബക്ക് രക്ഷിക്കുന്നു. പക്ഷെ പെട്ടെന്ന് അവിടേക്ക് വന്ന ഹസ്കി അതിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ മുയലിനെ കൊല്ലുന്നു. അത് മാത്രമല്ല അത് ബക്കിനെ ഫൈറ്റ് ചെയ്യാൻ വിളിക്കുന്നു. പക്ഷെ സിറ്റിയിൽ വളർന്ന ബക്കിന് ഫൈറ്റ് എന്താണെന്ന് അറിയില്ല. തുടക്കം മുതൽ ഹസ്കിയോട് പിടിച്ചു നിൽക്കാനാവാതെ ഒരു ഘട്ടത്തിൽ ബക്ക് വീണു പോകുന്നു. ഹസ്കി അതിനെ കളിയാക്കുന്നത് പോലെ മറ്റു ഡോഗ്സിനെ പേടിപ്പിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ഇപ്രാവശ്യം അവ പേടിക്കാതെ ബക്കിനെ എൻകറേജ് ചെയ്യാൻ തുടങ്ങുന്നു. ബക്ക് പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം തന്റെ പേടി ഉപേക്ഷിച്ച് ധൈര്യത്തോടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയ ബക്ക് അവസാനം ഹസ്കിയെ തോൽപ്പിക്കുന്നു. അത് കണ്ട് മറ്റു ഡോഗ്സ് സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. അതേസമയം നാണം കെട്ട ഹസ്കി സൈലന്റ് ആയി അവിടെ നിന്ന് പോകുന്നു.